ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതവും എന്ന ഈ വചന പഠന ചർച്ച ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവനും ജീവിതവും എന്ന നമ്മളുടെ ഈ പഠന പരമ്പരയുടെ 161 സെഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ വിഷയം ക്രിസ്തീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും അതിജീവനവും എന്ന വിഷയമാണ്. ഈ വിഷയം ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ക്രിസ്തീയ ജീവിതം എന്നത് ഒരർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ജീവിതമാണ്. ക്രിസ്തുവിന്റെ ജീവിതം ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസികളും. ക്രിസ്തുവിന്റെ ജീവിതം ചെയ്യുമ്പോൾ, അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ് എന്നും ദൈവജനപ്രകാരമുള്ള അവയുടെ പരിഹാരങ്ങളും അതിന്റെ പോക്കുവഴികളും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നും ഇന്ന് ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുവാനായിട്ട് നാം ദൈവസന്നിധിയിൽ ഒന്നിച്ചിരിക്കുന്നു. നമ്മളുടെ ഈ പഠനം, അതിന്റെ തുടർന്നുള്ള ചർച്ചയും നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്നൊരിക്കൽ കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് വളരെ പ്രിയനായ മാത്യു തോമസ് സഹോദരനാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത തങ്കച്ചൻ സഹോദരന് നന്ദി പറയുന്നു. ഈ വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വിഷയം തങ്കച്ചൻ സഹോദരൻ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും അതിജീവനവും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ശ്രദ്ധിച്ചാൽ വിഷയം വളരെ വ്യക്തമാണ്. വിഷയത്തിൽ തന്നെ ആവശ്യത്തിനുള്ള വിശദീകരണങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. നിലപാടുകൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് ക്രിസ്തീയ നിലപാടുകൾ എന്നാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആര് എന്ന് നമുക്കറിയാം. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി എന്നാണ് നാം അപ്പസ്തോല പ്രവൃത്തികളിൽ വായിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അനുയായിയാണ്, കർത്താവിൻ്റെ കൂടെ പോകുന്ന ആളുകളാണ്. അപ്പോൾ ക്രിസ്തീയ നിലപാട് എന്ന് പറയുന്നത് കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന വിശ്വാസികളായിട്ടുള്ള ഭക്തന്മാരുടെ തീരുമാനങ്ങളും നിശ്ചയങ്ങളും നിലപാടുകളുമാണ്. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ ക്രിസ്തീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എന്നാണ് നമ്മുടെ ടൈറ്റിലുള്ളത്. ക്രിസ്തീയ നിലപാടുകൾ സ്വീകരിച്ചാൽ എന്നല്ല. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി എന്നും നിലപാടുകളുള്ളവനാണ്. നീ ഒരു വിശ്വാസിയാണ് എങ്കിൽ നിലപാടുകൾ ഉണ്ടായേ പറ്റുകയുള്ളൂ, നിലപാടുകൾ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. നിലപാടുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായി കാണുക എന്നുള്ളതാണ്. ഒരു ഭക്തൻ എപ്പോഴും അവൻ നിലപാടുള്ളവനാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസവും ആശ്രയവും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, നിലപാട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ നിലപാട് എന്ന് പറയുന്നത് അത് എന്നും പ്രതിസന്ധികളുള്ള കാര്യം തന്നെയായിരിക്കും. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി തീരുകയാണ് ചെയ്തത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അതോടൊപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ ദൈവം തന്നെ നമ്മളെ സഹായിക്കും. എല്ലാ കാലവും ലോകാവസാനത്തോളം നമ്മുടെ കൂടെയുള്ള കർത്താവ് കാര്യത്തിൽ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയമില്ല. നമുക്കറിയാം, ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് നാം ഒരു ചെറിയ കൂട്ടമായിട്ടാണ്. വിശാലമായ
വീതിയേറിയ വഴി എന്ന് പറയുന്നത് അതിനെ വിട്ടുകളഞ്ഞ ആളുകളാണ് നാം. അങ്ങനെ വിശാലമായ ലോകത്തിന്റെ താല്പര്യങ്ങളോട് നോ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും. നമുക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരും. ബൈബിള് നാം ശ്രദ്ധിച്ചാൽ 2 തിമോത്തിയോസ് 3:12 ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഭക്തിയോട് ജീവിക്കണമെങ്കിൽ നിലപാടുകൾ എടുക്കേണ്ടി വരും. കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലെ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. അതുപോലെ കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നിലപാടെടുക്കുന്ന ഭക്തന് അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. എന്നാൽ കർത്താവ് അതിജീവനത്തിന് നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. കാരണം അവിടുന്ന് നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിഷയത്തിൽ നിലപാടുകൾ എന്നുള്ള ആ ഒരു വാക്കിന്റെ പൊതുവായ അർത്ഥം എന്താണ്, അതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ നിലപാട് എന്തായിരിക്കണം, അതിലെ മാതൃകകൾ, ശരിയായ മാതൃകകളും തെറ്റായ മാതൃകകളും എന്താണ്, അതുപോലെ വിശ്വാസി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവനുണ്ടാകുന്ന പ്രതിസന്ധികളുടെ നന്മ എന്താണ്, അതിൻ്റെ ആ പ്രതിസന്ധികളിലെ അവന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം, ഇങ്ങനെ ചില കാര്യങ്ങളാണ് സമയം അനുവദിക്കുന്ന പോലെ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിലപാട് എന്നുള്ളതൊരു വളരെ പരിചയമുള്ള വാക്കാണ്. അവനൊരു സ്റ്റാൻഡ് ഇല്ലാത്തവനാണ്, ഒരു സ്റ്റാൻഡ് പോയിന്റ് ഇല്ല, ഒരു വ്യൂ പോയിന്റ് ഇല്ല, ഒരു അഭിപ്രായമില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പൊസിഷൻ ഇല്ലാത്ത ആളാണ്. ഈ സ്റ്റാൻഡ് എന്നുള്ള വാക്കിനേക്കാൾ STANCE എന്ന് പറയുന്ന സ്റ്റാൻസ് എന്ന് പറയുന്ന വാക്കാണ് ഒരു പക്ഷേ നിലപാടിനോട് ഏറ്റവും യോജിക്കുന്ന വാക്ക്. ആ വാക്ക് പക്ഷേ സ്റ്റാൻസ എന്നുള്ള ഒരു ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം സ്റ്റാൻസ. പാട്ട് പാടുമ്പോൾ നമ്മൾ പറയും ചരണങ്ങൾ, ആദ്യത്തെ സ്റ്റാൻസ, രണ്ടാമത്തെ സ്റ്റാൻസ. ഒരു സ്റ്റാൻസ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണം വളരെ രസകരമാണ്. അതായത് ഒരു ബീച്ച് പോലെ തീരം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ദ്വീപ് കണക്കെയാണ് ഒരു സ്റ്റാൻസ അല്ലെങ്കിൽ സ്റ്റാൻസ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ടിൻ്റെ സ്റ്റാൻസകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഓരോന്നോരോന്നായിട്ട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിന് ഒരാശയമാണ് പറയാനുള്ളത്. സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ അത് അവസാനിക്കുന്ന ഇടം എന്നൊരു അർത്ഥമാണ് അതിനുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാശയം അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തീർക്കുകയാണ്. ഒരാശയം, ഒരു നിലപാട് പറയുകയാണ്. അതാണ് ഈ സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്റ്റാൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വന്തം നിലപാട് എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. എൻ്റെ നിലപാട് ഞാൻ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ പോപ്പുലർ അല്ല, ആർക്കും അത്ര സ്വീകാര്യമല്ലാത്ത ഒരു നിലപാടാണ് എങ്കിൽ ഞാൻ ശബ്ദമുയർത്തി വ്യക്തതയോടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ അത് പലപ്പോഴും പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് മനസ്സിലായിട്ടുള്ള സത്യങ്ങൾ, ബോധ്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാടിനോട് യോജിക്കാത്ത തരത്തിൽ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗ്രൂപ്പിലെ ഒരു അംഗമായ ഞാൻ അതിനോട് വിയോജിച്ച് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കണം. എന്നാൽ പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആരും അതിന് അത്ര മെനക്കെടാറില്ല. എനിക്ക് ആളുകളെ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ, ബോധ്യപ്പെടുത്താനായിട്ട് കഴിവുള്ള ആളല്ല ഞാൻ. അല്ലെങ്കിൽ തന്നെ എനിക്ക് എത്രയോ അറിവ് കുറവാണ്, ഞാൻ പറയുന്നത് ശരിയായിരിക്കുമോ, എന്തിന് ഞാൻ അങ്ങനെ ആളുകളോട് അപ്രിയനായിട്ട് തീരണം, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നേക്കാം, ഞാനൊക്കെ ആരാണ് എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ നമുക്കൊരു ടെൻഡൻസി പൊതുവേ ഉണ്ട്. ഇനി ഒരു ഭക്തന്റെ നിലപാട്
എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം പ്രിയപ്പെട്ടവരെ. നാം എല്ലാവരും സമ്മതിക്കും, ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായിരിക്കണം. വചനാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം. നമ്മുടെ സ്രോതസ് ബൈബിൾ ആയിരിക്കണം. ബൈബിൾ പറയുന്നതായിരിക്കണം നമ്മുടെ നിലപാടിന്റെ അടിസ്ഥാനം. ഇത് പലപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ബൈബിൾ അറിയാം, അതുകൊണ്ട് ബൈബിളിനെ വെച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തി നിലപാടുകൾ ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ, ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ മനുഷ്യർ പലപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിച്ച് നിലപാടുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാതൃക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ലോകത്തിലേക്ക് വന്നു, മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് കൃപയും സത്യവും, തൻ്റെ പ്രവർത്തനത്തിൽ, തൻ്റെ നിലപാടിലെല്ലാം കൃപയും സത്യവും ഉണ്ടായിരുന്നു. എഫേസ്യ ലേഖനം 4:15 നാം വായിക്കുമ്പോൾ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയാകും. അപ്പോൾ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കർത്താവിൻ്റെ മാതൃകയും നിലപാടും നമുക്ക് പിൻപറ്റുവാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം വേണ്ട കർത്താവിൻ്റെ 2 ഗുണങ്ങളാണ് സത്യവും അതുപോലെ കൃപയും. സത്യവും കൃപയും മനസ്സലിവും ഉള്ളവനായിട്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ നിലപാടുകൾ എടുക്കുന്നത്. പക്ഷെ കർത്താവിന് ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. ചില സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ആരെയും നിർബന്ധിച്ചതാ നിർത്തിയില്ല, നിലപാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്ഭുതകരമായ കാര്യം, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടും കർത്താവിൻ്റെ കൂടെ നിന്നവർ പോയില്ല എന്നുള്ളതാണ്. വലിയ പുരുഷാരം ഒരിക്കലും തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അവര് കഥ കേൾക്കാനും അതുപോലെ അപ്പം കഴിക്കാനും ഒക്കെ കൂടെ നിന്നു. എന്നാൽ തൻ്റെ കൂടെ ശിഷ്യരായിട്ട് കൂടെ നിന്ന ആളുകൾ അവരെ ഒരിക്കലും കർത്താവിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായില്ല എന്നുള്ളതാണ്. അപ്പോൾ നിലപാടുകൾ ഉണ്ടാവണം. നിലപാടുകൾ നിമിത്തം ആരും നമ്മളെ ഉപേക്ഷിച്ച് പോകുവാൻ ഇടവരരുത്. നിലപാടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും കടുംപിടുത്തങ്ങളായിട്ട് മാറാറുണ്ട്. നിലപാടുകൾ വളരെ സ്ട്രോങ് ആയതിൻ്റെ പേരിൽ ആളുകളുടെ ഭക്തി നഷ്ടപ്പെട്ട് അവര് ഒരുമിച്ച് നിൽക്കാൻ പറ്റാതെ അകന്നു നിൽക്കുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിലപാടുകൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മാതൃകയിലുള്ളതായിരിക്കണം. നിലപാടുകൾ എന്ന് പറയുന്നത് ആത്മാവ് നടത്തുന്നതായിരിക്കണം. ആത്മാവ് നടത്തുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസും ലീഡിങ്ങും ഉള്ള നിലപാട് എന്ന് പറയുമ്പോൾ അത് ജ്ഞാനത്തോടെയും വിവേകത്തോടെയും ഉള്ള നിലപാടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യ ലേഖനം 5:22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. അതാണ് ആ ലിസ്റ്റ്. അപ്പോ ഈ പറഞ്ഞ നന്മകളുള്ള ആത്മാവിൻ്റെ ലീഡിംഗ് ഉള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ധാർഷ്ട്യമുള്ള നിലപാടായിരിക്കില്ല, അത് അഹങ്കാരമുള്ള നിലപാടായിരിക്കില്ല, അത് കഠിനമായ നിലപാടായിരിക്കില്ല, അത് ആരെയും വിധി കൽപ്പിക്കുന്ന നിലപാടുകളായിരിക്കില്ല. പലപ്പോഴും ആള് തെറ്റിദ്ധരിച്ച് ശക്തമായ നിലപാടുകൾ എന്ന് പറയുന്നത് അത് വിധി കൽപ്പിക്കലാണ്, അത് ധാർഷ്ട്യം ഉള്ളതാണ് എന്ന് നമ്മൾ തെറ്റായി മനസ്സിലാക്കുകയാണ്. അവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ മാതൃകയും ആത്മാവിൻ്റെ ഫലം ഉൾക്കൊള്ളുന്ന നിലപാടുകളും നാം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്നത്. നിലപാടുകളുടെ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവ് യേശുവിൻ്റെ പ്രധാന ഭാവം സ്നേഹമാണെന്ന് നമുക്കറിയാം. 1 പത്രോസ് 3:15 നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പത്രോസ് ഇങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നത്: സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുക. അപ്പൊ സംസാരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ മറുപടി പറയുന്നതിനെ കുറിച്ച്, പ്രതിവാദം പറയുന്നതിനെ കുറിച്ച് പത്രോസ് പറയുമ്പോൾ സൗമ്യത, ഭയഭക്തി, ഈ 2 കാര്യങ്ങൾ ഗൗരവമായിട്ടാണ്
പത്രോസ് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക പ്രകാരമുള്ള നിലപാടെന്ന് പറഞ്ഞാൽ ധാർഷ്ട്യമില്ലാത്തതാണ്. ഇത് പറയുന്നത് പത്രോസാണെന്ന് ഓർക്കണം. പത്രോസ് എരിവുകാരനാണ് എന്നുള്ളത് നമുക്കറിയാം. പത്രോസിന്റെ പേര് ഒരിക്കൽ കർത്താവ് പത്രോസിന്റെ പേര് മാറ്റി എന്നുള്ളത് ചരിത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും നിലപാടും തൻ്റെ ദൗത്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വ്യക്തിയായിരുന്നു. കർത്താവ് ഒരിക്കലല്ല 3 വട്ടം പറയുന്നുണ്ട് തൻ്റെ മരണത്തെക്കുറിച്ച്. താൻ പിടിച്ച് ഏൽപ്പിക്കപ്പെടും, തന്നെ അവര് തുപ്പും, ഉപദ്രവിക്കും, കൊല്ലും. അങ്ങനെ തൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ മുൻകൂട്ടി പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ അങ്ങനെ ഭവിക്കരുതേ എന്ന്. അങ്ങനെ പറയുമ്പോൾ കാഴ്ചപ്പാടില്ലാതെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ നിലപാടും കർത്താവിൻ്റെ ദൗത്യവും മനസ്സിലാക്കാൻ കഴിയാതെ, അത് ഗ്രഹിക്കാൻ കഴിയാതെ ഈ തീക്ഷ്ണതയുള്ള പത്രോസ്, ഒരിക്കൽ കർത്താവ് ആ പത്രോസിന്റെ പേര് മാറ്റിയെങ്കിൽ അങ്ങനെ ഒരു നാളും ഭവിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനെ കർത്താവ് പിന്നെ വിളിച്ചൊരു പേര് മറ്റൊന്നാണ്, നമുക്കറിയാം. സാത്താനേ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്, എന്നെ വിട്ടു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ പത്രോസിനാണ് വലിയ മാറ്റം വരുന്നത്. അപ്പൊ കർത്താവിന്റെ നിലപാടിലൂടെ ആളുകൾക്ക് രൂപാന്തരം വരികയാണ്. തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് അവർ നല്ല നിലപാടും ലക്ഷ്യവും ബോധ്യവും ഉള്ളവരായി അവരുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. അപ്പൊ നല്ല നിലപാടുള്ള നേതാവ്, നല്ല നിലപാടുള്ള നേതൃത്വം തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എപ്പോഴും നല്ല നിലയിലേക്ക് മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, നിലനിൽപ്പിനെ പറ്റി നിലപാടിനെ കുറിച്ച് നാം ഓർക്കേണ്ട കാര്യം, നിലപാടുകൾ തീർച്ചയായിട്ടും നമുക്ക് വേണം. നിലപാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം ആണ് എന്നുള്ളതാണ്. നിലപാടില്ലാത്ത ആളുകൾക്ക് വാസ്തവത്തിൽ ഭാവിയില്ല. ചില സംഘടനകൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന് അവർ ചില രൂപരേഖകൾ തയ്യാറാക്കും. അത് ചില നിലപാടുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉരുത്തിരിയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രൂപരേഖ എന്ന് പറയുന്നത് ബൈബിളാണ്. പക്ഷേ ബൈബിൾ എന്ന് പറയുന്നത് പല നിലയിൽ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുകയും ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാതൃക പ്രകാരം, തൻ്റെ ജീവിതം പ്രകാരം, കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ചിട്ടുള്ള ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ, സഭാചരിത്രത്തിൽ ഉണ്ടായിരുന്ന കർത്താവിനെ സ്നേഹിച്ച നേതാക്കന്മാർ, അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് നല്ല നിലപാടുകളുടെ സാക്ഷ്യപത്രങ്ങളാണ്. നിലപാടുകൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യരെ നേടാൻ വേണ്ടിയിട്ടാണ്. നിലപാടുകൾക്ക് വേണ്ടിയല്ല നിലപാട്. പലപ്പോഴും നിലപാടുകൾ, കർക്കശമായ നിലപാടുകൾ മനുഷ്യരെ നഷ്ടപ്പെടുത്തുകയാണ്. നിലപാടുകൾ ശക്തമായി കഴിയുമ്പോൾ പലപ്പോഴും സഭകളിൽ നിന്ന് ആളുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരിക്കലും കടുംപിടുത്തമല്ല. എന്നാൽ നിലപാടുകൾ ശക്തമായിരിക്കണം. വിട്ടുവീഴ്ച ചെയ്യാതെ വചനത്തിലെ ദൈവത്തിൻ്റെ സത്യങ്ങൾ, അതിനെ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്ന നിലപാടുകൾ എല്ലാ കാലത്തും വിശ്വാസികൾക്ക് പ്രചോദനമാണ്. അത് പുതിയ നിയമം നോക്കിയാലും പഴയ നിയമം നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ എന്ന് പറയുന്ന ബാലൻ 1-ാം അധ്യായത്തിൽ നാം കാണുന്നു, 700 മൈൽ അകലെ ഒരു അന്യദേശത്ത് സത്യദൈവത്തെ അറിയാത്ത ആളുകളുടെ മുൻപാകെ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഒരു കാര്യം താൻ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ പറയുകയാണ്, ഒരു യഹൂദന് ദൈവത്തിൻ്റെ വചനത്തിൽ അനുവദിച്ചിട്ടുള്ള ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കൂ. നിലപാടാണത്. ഒരു ബാലനാണ്, ചെറുപ്പക്കാരനാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് തനിക്ക് തടസ്സം നേരിടുന്നത് നാം കാണുന്നു. ദാനിയേലിനും കൂട്ടുകാർക്കും വലിയ ഭീഷണി വരുന്നു, സിംഹക്കുഴിയിൽ ഇടുന്ന നിലയിലേക്ക് വരുന്നു. അപ്പോൾ ജീവന ഭീഷണി ഉണ്ടായെങ്കിലും രാജാവിൻ്റെ ശിക്ഷാ നടപടി ഏൽക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും നിലപാട് എന്ന് പറയുന്നത് അത് വിട്ടുവീഴ്ച ചെയ്യാതെ ദാനിയേൽ മുന്നോട്ട് പോകുന്നു. അത് എത്ര വലിയ ഒരു ഫലമാണ് പിന്നീട് നാം കാണുന്നത്. അപ്പോൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, വിട്ടുവീഴ്ചയില്ലാതെ ദൈവവചനത്തിലെ സത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ
നിലപാടുകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളുകളെ ദൈവം എന്നും സംരക്ഷിച്ചിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും വിജയികളായി തീർന്നിട്ടുണ്ട്. 139 സങ്കീർത്തനം ദാവീദ് അവിടെ പറയുന്ന ഒരു കാര്യം, തൻ്റെ നിലപാടുകളോട് തനിക്ക് ഒരിക്കലും താൻ കോംപ്രമൈസ് ചെയ്യില്ല, വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളതാണ്. യഹോവയെ വിളിച്ച് ദാവീദ് പറയുകയാണ്, ദുഷ്ടന്മാരെ കുറിച്ച് താൻ ഓർത്തുകൊണ്ട് പറയുകയാണ്, ദൈവത്തിന്റെ നീതിയെ തള്ളിക്കളയുന്ന ദുഷ്ടന്മാരെ കുറിച്ച് താൻ പറയുകയാണ്. അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. അപ്പോൾ ദൈവത്തിന്റെ വഴി വിട്ടു നടക്കുന്ന യാതൊരു വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധമില്ല, അവരോട് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് ശക്തമായി ദാവീദ് പറയുമ്പോൾ അത് നിലപാടാണ് പ്രിയപ്പെട്ടവരെ. ആ നിലപാടിനെ, ദാവീദിന്റെ ഹൃദയത്തെ, മനോഭാവത്തെ ദൈവം തീർച്ചയായിട്ടും മാനിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നിലപാട്, ഒരു വിശ്വാസിയുടെ നിലപാട് ഏത് തരത്തിലുള്ളതായിരിക്കണം എന്ന വിഷയം നാം ചിന്തിക്കുമ്പോൾ അതിൽ നാം മനസ്സിലാക്കേണ്ടത് നിലപാട്, അതിൻ്റെ അക്ഷരവും ആത്മാവും എന്ന രണ്ട് കാര്യങ്ങളുണ്ട്. കർത്താവ് യേശുക്രിസ്തു എപ്പോഴും ഇതിൻ്റെ ഒരു ബാലൻസിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കർത്താവ് തൻ്റെ അന്ത്യത്താഴത്തിൽ ആദ്യം താൻ അപ്പം നീട്ടിയത് യൂദയ്ക്കാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സഭകളിൽ ചില ആളുകൾ ഒരുപക്ഷെ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ ചിന്തയ്ക്കായിട്ട് വിട്ടുതരികയാണ്, ചില അവസരങ്ങളിലെങ്കിലും നമ്മളതിൽ ശക്തമായിട്ട് നോ പറയാറുണ്ട്. നല്ല ഉദ്ദേശത്തോടെ ആവശ്യമുള്ള സമയത്ത് അത് ചെയ്യാം. എന്നാൽ കർത്താവിൻ്റെ ചില നിലപാടുകളെ നാം ശ്രദ്ധിച്ചാൽ കർത്താവ് ഇതിൻ്റെ ഒരു ബാലൻസിലാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. അക്ഷരം പ്രധാനപ്പെട്ടത് തന്നെയാണ്, എന്നാൽ ആ ബാലൻസിനെ കുറിച്ച് ഞാനൊന്ന് ഓർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് ഓർക്കുന്നു, ഒരു സഹോദരി ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നപ്പോൾ ആദ്യകാലം മുതൽ ഈ ഒരു വാക്യം വളരെ ശ്രദ്ധയോടെ എടുത്ത് ഒരിക്കൽ പോലും സഭായോഗത്തിന് പോകാൻ അലംഭാവം കാണിക്കില്ല എന്ന് തീരുമാനിച്ച്, അങ്ങനെ ഒരിക്കൽ വീട്ടിൽ നിന്ന് ആ സഹോദരി ഇറങ്ങുന്ന സമയത്ത്, മാതാപിതാക്കൾ അവിശ്വാസികളാണ്, തൊട്ടടുത്ത് അവരെ പള്ളിയുണ്ട്, പിന്നെ എന്തിനു ഇത്ര അകലെ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ പോകണം, അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് അവര് അനുവദിച്ചില്ല. എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അതിന് പോകാനുള്ള പണം കൊടുത്തില്ല, കയ്യിൽ പണമില്ലായിരുന്നു. അപ്പോഴും ഈ ഒരു നിലപാട്, ആ ബോധ്യത്തിന് വേണ്ടി അങ്ങനെ ബസ്സിൽ കയറി. അപ്പോൾ കണ്ടക്ടർ വരുമ്പോൾ എന്തു പറയും എന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു മറ്റൊരാൾ എടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു സഹോദരൻ ടിക്കറ്റ് എടുത്തു. പറഞ്ഞത്, ഈ നിലപാട് നമ്മൾ പറയുമ്പോൾ, എന്നാൽ വേറെ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, യോഗങ്ങൾക്ക് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരെ സംബന്ധിച്ച്. ആ യോഗങ്ങൾ ഒരിക്കലും അവർ മുടക്കുകയില്ല. ഞായറാഴ്ച അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലൊരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഇനി മീറ്റിംഗ് ഇല്ലെങ്കിലും ബന്ധങ്ങളുടെ പേരിൽ വേറൊരു കാര്യത്തിന് അവർ പോകില്ല. ഇനിയിപ്പോൾ ഡിസംബർ 31 വാച്ച് നൈറ്റ് പ്രെയർ കഴിഞ്ഞ് അന്ന് ലോർഡ് സപ്പറും ഉണ്ട്, പിറ്റേ ദിവസം ഞായറാഴ്ച ഫ്രീ ആണെങ്കിലും പ്രധാനപ്പെട്ട ചില ബന്ധങ്ങളുടെ പേരിൽ ചില കാര്യങ്ങൾക്കാണെങ്കിലും അവരത് പോകുന്നില്ല. അത് വ്യക്തിപരമായിട്ടുള്ള ഒരാളുടെ നിലപാട് ആയിക്കൊള്ളട്ടെ. പക്ഷെ കർത്താവ് പറയുന്ന ആ ഒരു അക്ഷരവും ആത്മാവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം തന്നെ ഞാൻ ഓർക്കുകയാണ്, മറ്റൊരു കുട്ടി, ആ കുട്ടി തീരുമാനിച്ചു, ഞായറാഴ്ച ഞാൻ ഒരിക്കലും മുടക്കുകയില്ല, ഞായറാഴ്ച ഏത് എൻട്രൻസ് വന്നാലും ഞാൻ ആ എൻട്രൻസിന് എഴുതുകയില്ല. അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ആ ബോധ്യത്തിൽ, ആ നിലപാടിൽ ഉറച്ചു നിന്നു. ദൈവം മാനിച്ചു. ആ വർഷം ആ എക്സാം ഞായറാഴ്ച അല്ലായിരുന്നു, മറ്റൊരു ദിവസമായിരുന്നു. അപ്പോൾ ചില നിലപാടുകൾ ശക്തമായിട്ട് എടുക്കുന്ന ആളുകൾ, പക്ഷെ അവർ വേറെ ചില നിലപാടുകൾ വരുമ്പോൾ അവർ ഇപ്പൊ രാജ്യത്തെ നിയമം അനുസരിക്കുന്നതിൽ, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതിൽ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന ജോലി ലഭിക്കുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും നിലപാടുകളിൽ അവർ
വീക്കായിട്ടുള്ള സമീപനമാണ്. അപ്പൊ എനിക്ക് സൗകര്യം ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം ഞാൻ ശക്തമായ നിലപാട് എടുക്കുക എന്ന് പറയുന്നത് അതൊരു ക്രിസ്തീയമായിട്ടുള്ള രീതിയായിട്ട് തോന്നുന്നില്ല. ഒരിക്കലും ഒരു ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് 2 വാഹനങ്ങളുണ്ടായിരുന്നു. ഒരു വാഹനം ആക്സിഡന്റിൽ പെട്ടു. അപ്പൊ ആക്സിഡന്റിൽ പെട്ടപ്പോൾ എൻ്റെ പേപ്പറുകൾ നോക്കിയപ്പോൾ അതിൻ്റെ ഇൻഷുറൻസിന്റെ ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ അതിൽ പല ആളുകൾ പറഞ്ഞു അതിന് ഒരു കാര്യം ചെയ്താൽ മതി. പല ആളുകൾ ബുദ്ധി ഉപദേശിച്ചു, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള മറ്റേ വാഹനത്തിന്റെ നമ്പർ ചേർത്താൽ മതി, അപ്പോ ആ ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടും. അപ്പൊ അതില് ഈ വാഹനം ഇടിച്ച് ഗൗരവമായിട്ടുള്ള പരിക്കും മരണം തന്നെയോ സംഭവിച്ച ഒരു കാര്യമായിരുന്നു എന്ന് തോന്നുന്നു. 98 ഞാൻ കേട്ടൊരു സംഭവമാണ്. എന്തായാലും ഈ ഭക്തനായിട്ടുള്ള വ്യക്തി തീരുമാനിച്ചു, ഞാൻ രാജ്യത്തെ നിയമം അനുസരിച്ച് നുണ പറയാതെ ഈ വിഷയത്തിൽ ഇടപെടും. അദ്ദേഹം ജയിലിൽ പോയി, ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് നല്ല ചില അനുഭവങ്ങളും പലരോടും സുവിശേഷം പറയാനും സാധിച്ചു. ഞാൻ പറയുന്നത്, നിലപാടുകൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മനസ്സ് കണ്ട് കർത്താവിൻ്റെ ആ ഒരു ബാലൻസിൽ നമുക്ക് പോകാൻ സാധിച്ചാൽ അത് എത്ര അനുഗ്രഹമാണ്. കർത്താവ് പരീശനെ വിമർശിച്ചിട്ടുണ്ട്, അതേസമയം പാപികളോടും ചുങ്കക്കാരോടും അടുപ്പം കാണിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത പരീശന്മാരോടാണ് കർത്താവ് വിമർശിച്ചത്. അവരോട് ഹാർഷായിട്ട് കർത്താവ് സംസാരിക്കുമ്പോൾ നാം ഒന്ന് ഓർക്കണം, കർത്താവിന് അവരുടെ പ്രീതി ആയിരുന്നില്ല. അതുകൊണ്ട് അതിനുള്ളത് താൻ കൃത്യമായിട്ട് പറഞ്ഞ നിലപാടുണ്ടായിരുന്നു. ചുങ്കക്കാരോടും പാപികളോടും ഒരു പക്ഷേ അവരോട് അടുപ്പം കാണിക്കുന്നത് അതിനേക്കാളേറെ വിമർശനം വരുത്തുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ കാര്യത്തിലും കർത്താവിന് നിലപാടുണ്ടായിരുന്നു. അതിന് കർത്താവിന് വലിയ ധൈര്യമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോ ഇത് വലിയ ധൈര്യം ആവശ്യമുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ അവരുടെ സഹായവും ഔദാര്യവും ഒക്കെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മുഴുവൻ സമയ പ്രവർത്തകരൊക്കെ അങ്ങനെ ജീവസന്ധാരണം നടത്തുന്ന ആളാണ്. കർത്താവാണ് അവർക്ക് തരുന്നത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അങ്ങനെയുള്ളപ്പോൾ തന്നെ നിലപാടുകൾ ശക്തമാക്കിക്കൊണ്ട് സത്യത്തിനു വേണ്ടി മാത്രം ഞാൻ നിൽക്കും എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡോടുകൂടെ സത്യത്തിനു വേണ്ടി ഞാൻ നിൽക്കും, അതിനുവേണ്ടി എത്ര കഷ്ടം അനുഭവിക്കുവാനും ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു മനോഭാവം എത്ര ശ്രേഷ്ഠമാണ്. വിദേശത്തുള്ളൊരു വേലക്കാരനെ കുറിച്ച് ഇങ്ങനെ കേട്ടു. വളരെ ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുടുംബവും വളരെ ഭക്തിയോട് ജീവിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു റേപ്പ് അതുപോലെയുള്ളൊരു പ്രയാസത്തിലൂടെ, ഒരു പ്രശ്നത്തിലൂടെ ഗർഭവതിയായി ഈ കുട്ടി. അപ്പോഴും താൻ ഒരു ഭക്തന് എങ്ങനെ ഈ വിഷയത്തിൽ ഇതിനോട് പ്രതികരിക്കണം എന്നുള്ളത് പഠിച്ച് അങ്ങനെ ആ മകള് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തുന്നു, ആലോചിക്കുകയായിരുന്നു മറ്റ് പല സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും ഇതിനെങ്ങനെ കാണും. ആ കുട്ടിയുടെ വിവാഹം ഇനിയും നടന്നിട്ടില്ല എന്നും കേൾക്കാനായിട്ടിടയായി. നിലപാടാണത്. ലോകമെന്ത് പറയുന്നു, എങ്ങനെ വിമർശിക്കുന്നു എന്നുള്ളതല്ല. നിലപാടുകൾ, ആ നിലയിൽ നിലപാടുകൾ എടുക്കുന്നവരെ ദൈവം തീർച്ചയായിട്ടും മാനിക്കും. നമ്മൾ അടുത്തായിട്ട് ചിന്തിക്കുന്നത് നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ നന്മകളും പ്രതിസന്ധികളും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ നമ്മുടെ പ്രാദേശിക സഭയിലെ പഴയ തലമുറ, ഞങ്ങളുടെയൊക്കെ തലമുറ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. വിശ്വാസത്തിലേക്ക് അവർ വരുമ്പോൾ വലിയ വില കൊടുത്താണ് വരുന്നത്. നമ്മുടെ എത്രയോ സഹോദരിമാര് അവരുടെ വിവാഹത്തിന് അവർക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. വിവാഹത്തിന് അടുത്ത ദിവസം നമ്മുടെ ഒരു സഹോദരന്റെ വീട്ടിൽ പോയി താമസിച്ച് അങ്ങനെയൊക്കെ വിവാഹത്തിന് വരേണ്ടി വന്ന ആളുകളുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ സ്വത്ത് ലഭിക്കാത്ത ആളുകളുണ്ട്. അന്ന് നിയമം പാലിക്കുന്നതിന് വിശ്വാസികൾക്ക് എത്ര ശ്രദ്ധയായിരുന്നു. അതൊക്കെ ഒരു നിലപാടായിരുന്നു. രാജ്യത്തിന് നിയമം അനുസരിക്കണം എന്നുള്ളതിൽ ശ്രദ്ധയുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു യുവ സഹോദരൻ, ഒരു കുഗ്രാമത്തിലുള്ള ആളാണ്. ആ സഹോദരന്റെ അവരുടെ വീട്ടിലെ ഈ വാഹനത്തില് ഇന്ധനം വാങ്ങിക്കണമെങ്കിൽ അത് അവിടെ അടുത്ത് പെട്രോൾ പമ്പ് ഇല്ല. അപ്പോൾ ടൗണിലേക്ക് പോകണം. അപ്പോൾ ഈ സഹോദരൻ ഞായറാഴ്ചകളിൽ അകലെയുള്ള ടൗണിലുള്ള സഭായോഗത്തിനാണ് പോകുന്നത്. അപ്പോൾ ഈ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് അവനെ ഒരു ക്യാൻ ഏൽപ്പിച്ചു.
അപ്പോ യാത്രയിൽ അവന് മനസ്സിലായി ഈ സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ ഇന്ധനമൊക്കെ യാത്രയിൽ കൊണ്ടുപോവുക, ബസ്സിൽ കൊണ്ടുപോവുക, ട്രെയിനിൽ കൊണ്ടുപോയതൊക്കെ രാജ്യത്തിലെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ ഇന്ധനം വാങ്ങിക്കാതെ തിരിച്ചു വന്നു. അപ്പോൾ ആ വീട്ടിലെ മൂത്ത ചേട്ടൻ അപ്രതീക്ഷിതമായിട്ട് അവിടെ വന്ന് കാര്യം തിരക്കി. അവരെല്ലാവരും അവിശ്വാസികളാണ്. അപ്പോൾ കാര്യം അന്വേഷിച്ചു. അപ്പോൾ ആ ചേട്ടൻ വിലയിരുത്തി, ഇത് ഇവന് നാണക്കേടായതുകൊണ്ടാണ്, ഒരു കന്നാസ് കൊണ്ടുപോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നാണക്കേടായതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്, അല്ലാതെ ഇതൊന്നും വിശ്വാസത്തിന്റെ പേരിലോ രാജ്യത്തിന്റെ നിയമത്തിന്റെ പേരിലോ അല്ല എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞത്, അല്ല, ഇവൻ കന്നാസും കൊണ്ടാണ് പോയത്, കാലി കന്നാസ് കൊണ്ടാണ് മടങ്ങി വന്നത്. അപ്പോൾ അത് പിന്നീട് ഒരു ചർച്ചയാവുകയും ആ വീട്ടില് ഇപ്പോൾ വിശ്വാസികൾ, പ്രാദേശിക സഭയിലെ വിശ്വാസികൾ രാജ്യത്തിലെ നിയമം അനുസരിക്കാനുള്ള ശ്രദ്ധ അതിപ്പം വേറൊരു നിലയിലേക്ക്, അല്ലെങ്കിൽ ഇവർ വ്യത്യസ്തരാണല്ലോ എന്നുള്ള നിലയിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് അത് എത്തുകയാണ്. നാം ബൈബിളില് എല്ലാ കാലത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ ഭക്തന്മാരായ ആളുകൾക്കെല്ലാം നിലപാടുകളുണ്ട്. പഴയ നിയമത്തിലെ യോസെഫ്, നമ്മളെ ഉൽപ്പത്തി 39 അധ്യായത്തിൽ നാം കാണുന്നു, ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ജോസഫ് ചോദിക്കുന്നത്. ഇയ്യോബ് 13:15 പറയുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ചൊരു കേൾവി മാത്രം കേട്ടിരുന്ന ആ കാലത്ത്, ബൈബിൾ ഇല്ലാതിരുന്നൊരു കാലത്ത് അവർക്കൊക്കെ എങ്ങനെ നിലപാടുണ്ടായി എന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ കണ്ണിനോട് ഞാൻ ഒരു നിയമം ചെയ്തു, ഇനി ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെയെന്ന് ഇയ്യോബ് 31:1 പറയുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഓർക്കണം, പഴയ നിയമത്തിൽ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാനമായിട്ട് മോഹത്തെക്കുറിച്ചും അതുപോലെ കൊലപാതകത്തെ വിശദീകരിച്ചുകൊണ്ട് കോപത്തെക്കുറിച്ചും കർത്താവ് പറയുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ബോധ്യം തനിക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ നിലപാടുകളാണ് പ്രിയപ്പെട്ട. അബ്രഹാമിനെ നോക്കിയാൽ തൻ്റെ വിശ്വാസം, നെഹമ്യാവിനെ നോക്കിയാൽ തൻ്റെ നിലപാടുകൾ, എത്രയോ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ്. ഒരുപക്ഷെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ തനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷേ തൻ്റെ ഒരു നിലപാടാണ് എപ്പോഴും ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തെ അറിയിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ആളുകൾ കളിയാക്കുമ്പോൾ, ഭയം വരുമ്പോൾ, ആ തൻ്റെ മതിൽ പണിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ സമയത്തും ദൈവത്തിൽ ആശ്രയിച്ച്, അപ്പൊ തൻ്റെ നിലപാടാണ് ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാം ചെയ്യണം. ഒരു കുറുക്കം കയറിയാൽ നിന്റെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും തനിക്ക് ഭയമുണ്ടാകുമ്പോഴും ഒക്കെ ദൈവത്തോട് താൻ അറിയിക്കുകയാണ്. അത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏതോ ഒരു തലമുറ, 44 സങ്കീർത്തനത്തിൽ നാം അവരെക്കുറിച്ച് നാം കാണുന്നു. അവർക്കറിയാം അവരുടെ പിതാക്കന്മാരുടെ കാലത്ത് ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചതും ഫറവോനെയും തൻ്റെ സൈന്യത്തെയും കടലിൽ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന, ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ 44 സങ്കീർത്തനത്തിൽ കാണുന്ന തലമുറയ്ക്ക് പക്ഷേ വലിയ പരാജയമാണ്. അവരുടെ ശത്രുക്കൾക്ക് വലിയ വിജയമാണ്. ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്നാണ് അവർക്ക് തോന്നുന്നത്. അവർ ലജ്ജിതരായി തീരുന്നു. ശത്രുക്കളുടെ മുൻപിൽ അവരെ പുറം കാട്ടുമാറാക്കുന്ന അവസ്ഥയായി. ശത്രുക്കൾ അവരെ കൊള്ളയിടുന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിനുള്ള ആടുകളെ പോലെ ദൈവം അവരെ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം അവർ പറയുകയാണ്. ദൈവം ചിനിച്ചിരിക്കുന്നു, വില വാങ്ങാതെ വിൽക്കുന്നു, അയൽക്കാർക്ക് അപമാന വിഷയം, നിന്ന, പരിഹാസം. പഴഞ്ചൊല്ലിന് ഈ തലമുറ ഇസ്രായേൽ മക്കൾ, ആ കാലത്തെ ഇസ്രായേൽ മക്കൾ കാരണഭൂതരായി എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നീട് നാം അത്ഭുതമായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിച്ചു, ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല, ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി വിട്ടുമാറുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതെത്ര ശക്തമായൊരു നിലപാടാണ്. ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനം ഒന്നടങ്കം അവരെടുത്ത നിലപാടാണ്, ഇല്ല, ഞങ്ങളുടെ അനുഭവം എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുകയില്ല. അവസാനം അവർ ചെയ്യുന്നത്, ദൈവമേ ഉണരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അവരുടെ ആ തലമുറയിൽ
അവർക്ക് വിജയമുണ്ടായോ എന്ന് അറിയില്ല. എന്നാൽ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തോട് നിന്ന് അവർക്ക് അവരുടെ ദേശം കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. നമുക്ക് ഈ ട്രയൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ നമ്മുടെ നിലപാടിനെ പ്രതി നമുക്കുണ്ടാകുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ അവിടെ അഗ്രിപ്പ 1-ാമൻ രാജാവിന്റെ കാലത്ത് വിശ്വാസികൾ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം വലിയ ആവേശം പൂണ്ട് സത്യത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി നിലപാടെടുത്ത് അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വലിയ ഭീഷണി ഉണ്ടായി, അവർക്ക് പീഡനമുണ്ടായി. തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ അവര് ചിതറിക്കപ്പെടുകയാണ്. ഗോത്രങ്ങളെ 12 ഗോത്രങ്ങളെ അന്യദേശത്തിലേക്ക് എത്തിക്കുകയാണ്. അവിടെ പറയുകയാണ്, അവരുടെ ട്രയൽസ് എന്ന് പറയുന്നത്, ഈ പരീക്ഷകൾ എന്ന് പറയുന്നത്, അവരുടെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അവരൊന്നിനും കുറവില്ലാത്തവരായി തീരാൻ, അശേഷം സന്തോഷം അവർക്കുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടനെ കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് പോലും നിലപാടുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തി. ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു എന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഒരു പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവനെ അന്വേഷിക്കുകയാണ്, ഇതെന്താണ് എന്ന് അന്വേഷിക്കുകയാണ്. സാധാരണ ഒരു കുരുടൻ കൂടുതൽ പേര് വരുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും കൂടുതൽ ഭിക്ഷയാചിച്ച് പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ, വ്യാഖ്യാതാക്കൾ പറയുന്നു അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, അവൻ അന്വേഷിച്ചിരുന്നത് ദാവീദ് പുത്രനായ യേശു ഈ വഴി കടന്നു പോയാൽ എനിക്കൊന്ന് സന്ധിക്കണം. അപ്പൊ അവനെ നസറേത്തുകാരനായ യേശു എന്ന് പരിചയപ്പെടുത്തുമ്പോൾ യേശുവെ ദാവീദ് പുത്ര എന്ന് വിളിച്ചാണ് അവൻ കരയുന്നത്. അപ്പൊ അവന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ കൂടുതൽ കാശുണ്ടാക്കി പണം പിരിക്കുക എന്നുള്ളതല്ല. അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മശിഹയെ, അഭിഷിക്തനെ, ദാവീദ് പുത്രനെ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ്. പിന്നീട് കുറച്ചു കഴിയുമ്പോൾ ആളുകള് തന്നെ മിണ്ടാതിരിക്കാനായിട്ട് ശാസിക്കുന്ന സമയത്ത് അവന് ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കാതെ കർത്താവിന്റെ ശ്രദ്ധ കിട്ടാനായിട്ട് താൻ നിലവിളിക്കുകയാണ്. അതും ഒരു നിലപാടാണ്. അന്നത്തെ കാലത്തെ കുരുടനെ സംബന്ധിച്ച് അവന് ജീവിക്കണമെങ്കിൽ മറ്റാളുകളുടെ ഭിക്ഷ കൊണ്ടാണ് അവന് ജീവിക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനെ അവൻ വിട്ടുകളഞ്ഞുകൊണ്ട് അവന്റെ നിലപാട് എന്ന് പറയുന്നത് അവന് കർത്താവിനെ അന്വേഷിക്കണം എന്നുള്ളതാണ്. അവന് കാഴ്ച ലഭിച്ച ശേഷം അവൻ ചെയ്യുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അവൻ കർത്താവിന്റെ പിന്നാലെ പോയി എന്നാണ് നാം കാണുന്നത്. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പോയി എന്നാണ്. അപ്പൊ ഇത് മുഴുവൻ ശ്രദ്ധിച്ചിരുന്ന ആ ജനസമൂഹം മുഴുവൻ കർത്താവിനെ സ്തുതിച്ചു. ജനം എല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നു. അവർക്കും അനുഗ്രഹം ഉണ്ടാകും, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. സ്തേഫാനോസ് മുതൽ അറ്റം ഗ്രഹാം സ്റ്റെയിൻസ് വരെയുള്ള ഈ രക്തസാക്ഷികളെയൊക്കെ നാം പരിശോധിക്കുമ്പോൾ അവർ മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി അവരുടെ ജീവൻ വയ്ക്കുവാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? എത്രയോ ആളുകൾ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ ഇടയായി. ശക്തമായ നിലപാടുകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അത് ദൈവത്തിന്റെ നാമത്തിനും മഹത്വവും അനേക ആളുകളുടെ അനുഗ്രഹത്തിനും കാരണമായിട്ട് തീരുന്നു. ഈ പ്രതിസന്ധികളിലെ അതിജീവനം എന്നുള്ളത് അത് കർത്താവ് നോക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ശക്തമായ നിലപാടുകൾ നമുക്ക് വേണം. ആരെയും ഭയപ്പെടാതെ നിലപാടുകൾ ശക്തമായി എടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആര് പിണങ്ങിയാലും ആരെതിർത്താലും എന്നെ സഹായിക്കുന്നവര് എൻ്റെ പക്ഷം വിട്ടാലും ഞാൻ മനസ്സിലാക്കിയ സത്യത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം വിശ്വാസികൾക്ക് വേണം. അത് സഭയിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിലും വേണം. നമ്മൾ സഭയിൽ ഒരാൾക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ, തെറ്റ് സംബന്ധിച്ചു, ആ തെറ്റിനെ നമ്മൾ അതിനോട് ഇടപെടുമ്പോൾ, അല്ല നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തെറ്റ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് നിലപാടിൽ വ്യത്യാസം വരുത്താൻ സാധിക്കുകയില്ല. വീഴ്ച വന്ന ആളുകളെ പ്രതി, പാപം ചെയ്തവരെ കുറിച്ച്, ആക്ഷൻ എടുക്കുന്നവരെ കുറിച്ച് നാം തീർച്ചയായിട്ടും കരയണം.
അവരോടൊപ്പം കരയണം, അവർക്ക് വേണ്ടി കരയണം. എന്നാൽ അവരുടെ തെറ്റിനെ സംബന്ധിച്ച് വിട്ടുവീഴ്ചയില്ല എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ തീരുമാനമായിരിക്കണം. ഇയ്യോബിന്റെ ഉദാഹരണം അങ്ങനെയാണ്. തന്റെ ഭാര്യയെയും പൊട്ടി എന്ന് വിളിച്ചില്ല, പക്ഷേ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് തന്റെ ഭാര്യ പറഞ്ഞ കാര്യത്തോട് വിയോജിക്കുന്നതിൽ തനിക്ക് അതിൽ യാതൊരു അലംഭാവവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് താല്പര്യമുള്ള ആളുകളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ സ്നേഹിതരോട്, നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകളോടൊക്കെ ചായ്വുണ്ടാകുവാൻ നമുക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഈ അവിശ്വാസികളുടെ ഇടയിൽ പോലും ചില നിലപാടെടുത്ത ആളുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഞാൻ പണ്ട് ജോലി ചെയ്തപ്പോൾ ഒരു പ്രൊഫസർ കെ വേലപ്പൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു സാറിന്റെ കൂടെ ഞാൻ ജോലി ചെയ്തിരുന്നു. റിട്ടയർഡ് പ്രൊഫസറാണ്. കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ ഒരേ സമയത്ത് കൺട്രോളർ ഓഫ് എക്സാംസ് ആയിരുന്ന ഒരാളാണ്. വളരെ നിലപാടുള്ള ഒരാളായിരുന്നു, അവിശ്വാസിയാണ്. അദ്ദേഹം പണ്ട് കേരള ഗവൺമെന്റ് കോളേജിന്റെ, ട്രിവാൻഡ്രം ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ, ഇദ്ദേഹം ഒരു 6 അടി മുകളിലുള്ള ആളാണ്, മകനും അതുപോലെ വലിയ സൈസുള്ള ഒരു പയ്യനാണ്. അപ്പൊ എന്തോ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ട് ഈ മകൻ എന്തോ അടിപിടി കേസ് ഉണ്ടാക്കി. ആ മകൻ വേറൊരു പയ്യനെ അടിച്ചിട്ട് മൂക്കിൽ കൂടെ ബ്ലഡ് വന്നു. അപ്പൊ ഈ കേസ് ഈ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നു. സ്വന്തം മകന്റെ കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് നിജസ്ഥിതി അന്വേഷിച്ചപ്പോ ശരിയാണ്, ഇവൻ അടിച്ചു, ബ്ലഡ് വന്നു. അപ്പൊ അദ്ദേഹം ഈ മകന് മുഖത്ത് അതുപോലെ ഒരു അടി കൊടുത്ത് മകന്റെ മൂക്കിലൂടെ രക്തം വരാനിടയായി. അതിനുശേഷം കെട്ടിപ്പിടിച്ച് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് കൂടെ നിന്നു. മകന്റെ തെറ്റിന്റെ കൂടെ നിന്നില്ല. നമ്മുടെ മക്കളെ ആ നിലയിൽ അടിക്കണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആ നിലയിൽ ശാസിക്കണം എന്നുള്ളതല്ല. എന്നാൽ നിലപാടുകൾ നമുക്കുണ്ടായിരിക്കണം. സഭയ്ക്ക് ദോഷം വരാതിരിക്കണം. ദൈവപ്രസാദം എന്നുള്ളതായിരിക്കണം നമ്മളെ സംബന്ധിച്ച്. മറ്റ് കുടുംബാംഗങ്ങളോ സഭയിലുള്ളവരോ ആരുടെയും അംഗീകാരത്തിന്റെയും ആദരവിന്റെയും സപ്പോർട്ടിനേക്കാളും ദൈവത്തിന്റെ നാമത്തിന് ദോഷം വരരുത്, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വരണം എന്നുള്ളതായിരിക്കണം. മൊറാലിറ്റി, ധാർമ്മികത സംബന്ധിച്ചോ പൊതുവായിട്ടുള്ള വിഷയങ്ങളോ ശുശ്രൂഷകളിലോ സാമ്പത്തിക വിഷയങ്ങളിലോ ഒക്കെ തെറ്റായ മാതൃകകൾ നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്കതിൽ നിലപാടുകൾ വേണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ കരുണയോടെ, സത്യം അതേസമയം കൃപയോടെ, കർത്താവിന്റെ മാതൃകയോടെ നാം അങ്ങനെ ചെയ്യണം. നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്ന സത്യങ്ങളിൽ നമുക്കൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം, അതിന് വലിയ ധൈര്യം ആവശ്യമുണ്ട്. കാരണം നമുക്ക് ആ ധൈര്യം ഉള്ളവരാണ് പ്രിയപ്പെട്ടവരെ. ഒരു ബഹുഭൂരിപക്ഷം നമുക്കെതിരായിട്ട്, അല്ലെങ്കിൽ നാം യേശു മാത്രം എന്ന് പറയുമ്പോൾ അത് തെറ്റ്, അതല്ല. എല്ലാം ഒന്നാണ്, പല സത്യങ്ങളുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നാം നിലപാടുള്ളവരാണ്, നാം ധൈര്യമുള്ളവരാണ്. അതുകൊണ്ട് നാം അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാതെ, കർത്താവ് പരീശന്മാരുടെ ആ ഗുഡ് ബുക്സിൽ കയറിക്കൂടാനായിട്ട് ഒരിക്കലും ശ്രമിക്കാത്തതുപോലെ, അവരോട് ഹാർഷായിട്ട് താൻ ഇടപെട്ടതുപോലെ നമുക്കതിന് സാധിക്കണം. നമ്മുടെ സഭകളിലെ ചില ടീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെ എക്സാംസിന്റെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ, പരീക്ഷ നടക്കുമ്പോൾ അവരുടെ ഇൻവിജിലേഷന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ കോപ്പി അടിക്കുന്ന കുട്ടികൾ വലിയൊരു പ്രതിസന്ധിയാണ്. ഭൂരിഭാഗം അധ്യാപകർ അതിനെ കണ്ണടച്ച് കളയുകയാണ്. കാരണം അതിന് പിന്നെ ഒരുപാട് നടപടിയുണ്ട്. ഈ കുട്ടിക്ക് ചിലപ്പം കുട്ടി വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത വരെയുണ്ട്. ഒരു വിശ്വാസിയായിട്ടുള്ള ടീച്ചർക്ക് ഒരു കുട്ടി കോപ്പി അടിച്ച് അതിനെ കണ്ണടയ്ക്കാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ചില അധ്യാപകർ ആ കാര്യത്തിൽ നിലപാടെടുത്തപ്പോൾ ആ നിലപാട് പിന്നീട് അംഗീകരിക്കപ്പെടാനായിട്ട് ഇടയായി. നമുക്ക് സർവാധികാരിയായിട്ടുള്ള ദൈവത്തിൽ വിശ്വാസമുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുട്ടി എന്തെങ്കിലും ചെയ്യോ, അല്ലെങ്കിൽ കോപ്പി അടിച്ച് പിടിച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുക, പല നടപടികൾ അതിലുണ്ട്. പക്ഷേ നമുക്ക് നിലപാടുകൾ ഉണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് അത് മാനിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലപ്പോഴും നമ്മുടെ നിലപാടുകൾ നിമിത്തം നമ്മുടെ സഭകളിലുമൊക്കെയുള്ള പല പ്രയാസങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം, നമ്മൾ മത്തായി 18 നാം കാണുന്നുണ്ട്, എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ് 7 പ്രാവശ്യം ക്ഷമ ചോദിച്ചാൽ പിന്നെയും ക്ഷമിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും 7-70 വട്ടം ക്ഷമ ചോദിക്കുകയല്ല, പലപ്പോഴും നമുക്ക് ആളുകളെ അവരുടെ തെറ്റിനെ കുറിച്ച് ബോധം വരുത്താൻ സാധിക്കുന്നില്ല. തെറ്റ് സമ്മതിക്കുവാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല.
നമ്മളപ്പോൾ തിരിച്ചറിയേണ്ട കാര്യം, നിലപാട് എന്ന് പറയുന്നത് ഇപ്പൊ അഭിപ്രായം ഇരുമ്പുലക്കിയല്ല എന്ന് പറയുന്ന പോലെ, എൻ്റെ നിലപാട് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, ഞാൻ തെറ്റിപ്പോയി എന്നുള്ളത് എൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങൾ, എന്നെ സ്നേഹിക്കുന്നവർ എന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സമ്മതിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ദൈവം അംഗീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രയാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ പറയുന്നില്ല എൻ്റെ ഭാഗത്ത് സത്യമുണ്ട്, എൻ്റെ ഭാഗത്ത് നേരുണ്ട്, എൻ്റെ ഭാഗത്ത് നീതിയുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നം പരിഹരിക്കാതെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സ്ഥിതി വരുമ്പോൾ, രണ്ട് നിലപാടുകൾ, വ്യത്യസ്ത നിലപാടുകൾ വരുമ്പോൾ എന്താണ് നമുക്ക് പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയുക എന്ന് ചോദിച്ചാൽ, കുറ്റം ബോധ്യപ്പെടുത്താൻ കഴിയാതെ ക്ഷമ പറയാൻ അല്ലെങ്കിൽ ക്ഷമ പറയിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ രണ്ട് മാതൃകകളുണ്ട് പ്രിയപ്പെട്ടവർ. ഒന്ന്, കർത്താവ് പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മളെ അങ്ങനെ ഒരു ഡിക്ലെയർഡ് എനിമി അല്ല, പ്രഖ്യാപിത ശത്രുവല്ല. അഭിപ്രായ വ്യത്യാസം കൊണ്ട് താൽക്കാലികമായിട്ട് നമ്മോട് വിയോജിക്കുന്ന ഒരു വ്യക്തി, അവൻ എൻ്റെ ശത്രുവല്ല. ശത്രുവിനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ സഹോദരനോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലേ? പലപ്പോഴും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന, വേദനിപ്പിച്ചിട്ടുള്ള ആളുകൾ ചിലപ്പോൾ സഹോദരങ്ങളായാലും, നമ്മുടെയൊക്കെ ഒരു പാപ സ്വഭാവവും ബലഹീനതയും എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് വേദനയുണ്ടായി, എനിക്ക് അതിലൊരു പ്രയാസമുണ്ടായി, എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ വിഷമിപ്പിച്ചു എന്ന് ചിലപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയാനാണ് നമുക്ക് താല്പര്യം. അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ ഈ എൻ്റെ വേദന, ഞാൻ ഹർട്ടായി, എനിക്ക് മനസ്സിന് വിഷമമുണ്ടായി, എനിക്ക് നൊന്തു എന്നുള്ള കാര്യം കർത്താവിനോട് പറഞ്ഞ് ആശ്വാസം പ്രാപിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? നമ്മൾ നേരത്തെ പത്രോസിന്റെ കാര്യം പറഞ്ഞു. ഈ പത്രോസ് എത്ര ഭക്തനായി താൻ പറയുന്നത് നോക്കൂ. 1 പത്രോസ് 3 പറയുകയാണ്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങളുടെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ മറ്റുള്ളവരോട് ഞാൻ ക്ഷമിച്ചു എന്നുള്ളതല്ല, അവരെ അനുഗ്രഹിക്കാൻ എനിക്ക് സാധിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ അനുഗ്രഹത്തിനുള്ള വഴി. അപ്പോൾ ഒന്ന്, ശത്രുക്കളോട് ക്ഷമിക്കാൻ പറഞ്ഞ, ക്രൂശിൽ കിടന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിന്റെ മാതൃക. അതുപോലെ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് സഹിഷ്ണുത അല്ലെങ്കിൽ ഫോർബിയറൻസ് എന്ന് പറയുന്ന കാര്യം. കൊളോസ്യ ലേഖനം 3 അത് നാം കാണുന്നുണ്ട്, കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ ഈ എൻ്റെ സെൽഫിന്, ഡൈയിങ് ടു ദ സെൽഫ്, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്വയത്തിന് ഞാൻ മരിക്കുക, എൻ്റെ വേദനകളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സ്വകാര്യ ശാരീരിക മാനസിക എല്ലാ വ്യഥകളും, അതിനെല്ലാം ഞാൻ മരിക്കുക, മറിച്ച് ഇതെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. കാരണം കർത്താവ് ഇത് കേൾക്കും, ദൈവം ഇത് അറിയുന്നു, ദൈവം എൻ്റെ കൂടെ നിൽക്കും. ആ ദയുള്ള മഹാപുരോഹിതനായിട്ടുള്ള കർത്താവ് എന്നെ സഹായിക്കും. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമുക്ക് ഓർക്കാം, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുക, അത് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നാം തിരിച്ചറിയണം. നമുക്ക് പലപ്പോഴും നിലപാടുകൾ ഏറ്റുമുട്ടുമ്പോൾ, നമുക്ക് ആളുകളെ തെറ്റ് ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ, നമുക്കവിടെ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ക്ഷമിക്കാം എന്നുള്ളതാണ്. പത്രോസ് പിന്നെയും പറയാണ്, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, എല്ലാം ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. പിന്നെ ചിലപ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തവരോട് നമുക്കെപ്പോഴും പഴയ ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. ക്ഷമിക്കണം, മറക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആവോളം അവരോട് പറ്റുമെങ്കിൽ അവരെ അനുഗ്രഹിക്കുക എന്നുള്ള അത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. അപ്പോൾ കർത്താവ്, നമ്മൾ പലപ്പോഴും ക്ഷമിക്കുന്നത് ഒരു ഫൂളിഷ്നെസ് ആണെന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം എത്ര വലിയ ഒരു ഭോഷനാണ്, നമ്മളോട് എത്ര അധികമാണ് കർത്താവ് ക്ഷമിച്ചത്. ആ ക്ഷമയെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ നമുക്കുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, പല പ്രശ്നങ്ങളും, നമ്മുടെ സഭകളിലെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളല്ല. പലപ്പോഴും നമുക്ക് അറിയില്ല, നമുക്ക് തെളിവില്ല, നമുക്ക് ആളുകൾ കുറ്റക്കാരാണോ എന്നുള്ള നിശ്ചയമില്ല. പിന്നെ എന്തിന് നമ്മൾ അവരെ തെറ്റുകാരാണെന്ന് പറയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു?
ഉറപ്പില്ലെങ്കിൽ, അദ്ദേഹം ഒരു വ്യക്തി അത് സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആ കാര്യം വിട്ടുകളഞ്ഞുകൂടാ, ക്ഷമിച്ചുകൂടാ? ക്ഷമയെക്കുറിച്ച് എത്ര ആവർത്തിച്ചാണ് കർത്താവ് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു അപ്പച്ചൻ്റെ കഥ ഇങ്ങനെ കേട്ടു. അപ്പച്ചൻ എപ്പോൾ പ്രസംഗിച്ചാലും നോഹയെക്കുറിച്ചാണ് പ്രസംഗിക്കുക. അപ്പോൾ നോഹ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ വീരനാണ്. അപ്പോൾ ഈ അരാരത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. അത് പരിശോധിച്ചപ്പോൾ ബൈബിളിൽ പറയുന്ന പ്രകാരമുള്ള അളവുകളൊക്കെ എന്നുള്ള ഒരു വാർത്ത വന്നത് ഈ അപ്പച്ചൻ്റെ കൊച്ചുമോൻ അപ്പച്ചനോട് കൊണ്ടുപോയി അറിയിച്ചു. അപ്പോൾ കൊച്ചുമോൻ പ്രതീക്ഷിച്ചത്, ഈ ഗ്രാൻഡ് സൺ പ്രതീക്ഷിച്ചത് അപ്പച്ചന് വലിയൊരു ആവേശവും വലിയൊരു ഉത്സാഹവും ഉണ്ടാവുമെന്നാണ്. പക്ഷെ അപ്പച്ചൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു എന്നാണ് പറയുന്നത്, അപ്പൊ മോനെ ഇതൊക്കെ ഉള്ളതാ അല്ലയോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ പത്രോസും ശിഷ്യന്മാരും നടന്ന് കർത്താവ് 3 വട്ടം തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതൊന്നും അവർ ഗ്രഹിച്ചില്ല എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ചുങ്കക്കാരിൽ പ്രമാണിയായിട്ടുള്ള വ്യക്തി, അതിനു മുകളിൽ നാം കുരുടനായിട്ടുള്ള വ്യക്തി, ഇവരൊക്കെ കർത്താവിനെ അറിയാനും വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കുന്നു. നാം ക്ഷമിക്കണമെന്നുള്ള ഈ പാഠം എത്രയോ പഠിച്ചു. നമുക്കുള്ളതാണ് ഇതെന്നുള്ളത് വിശ്വസിച്ച് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുപാട് നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അവസാനിക്കാൻ ഇടയാകും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിശ്വസ്തൻ എന്ന് എണ്ണുവാൻ തക്കവിധം, വിശ്വസ്തദാസനെ എന്ന് വിളിക്കുവാൻ തക്കവിധം ദൈവവചനപ്രകാരമുള്ള നല്ല നിലപാടുകൾ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പോയിന്റുകൾ ആവർത്തിക്കുന്നില്ല. തന്ന അവസരത്തിന് നന്ദി. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ഇന്ന് നാം പഠിക്കുവാനായിട്ട് എടുത്ത നമ്മളുടെ വിഷയം നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി വിശാലമായി പറഞ്ഞു തരുവാനായിട്ട് പ്രിയദാസനെ ദൈവം ബലപ്പെടുത്തി. നമുക്കതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഈ ക്ലാസ് നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു. നമുക്ക് ദൈവവചനത്തിൽ നിന്നും ക്രിസ്തീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള രീതികളും എന്ത് എന്ന് പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചുവല്ലോ. നമ്മളുടെ നിലപാട് എങ്ങനെയായിരിക്കണമെന്ന് നാം കേൾക്കുകയായിരുന്നു. ഭക്തന്റെ നിലപാട് വചനാധിഷ്ഠിതമായിരിക്കണം. കർത്താവിന്റെ ഉപദേശം, കൽപ്പന, മാതൃക ഇവ ക്രിസ്ത്യാനിയുടെ നിലപാടിന്റെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ കേട്ടു. നിലപാടിന്റെ വിജയം അത് ആത്മാവിന്റെ നിയന്ത്രണത്താലും നടത്തിപ്പിനാലുമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം ഒരിക്കൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകി. നമ്മളുടെ നിലപാടുകൾ ഏതു തന്നെയും ക്രിസ്തീയ നിലപാട് അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ള വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വസ്തുത നാം മനസ്സിലാക്കി. ക്രിസ്തീയ നിലപാട് എന്നുള്ളത് ഒരു സ്ഥിരമായ ഒന്നാണ്. അത് കാലത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് മാറുന്നതല്ല എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. നമ്മൾ അതിന്റെ പ്രതിസന്ധികളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ക്രിസ്തീയ നിലപാടില് നമ്മൾ ബലത്തോടെ നിൽക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മെ പലപ്പോഴും പ്രതിസന്ധികളില് എത്തിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കി. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ലോക ജീവിതത്തിന്റെ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി നിലപാടുകളെ കൈവിട്ടാൽ എന്നേക്കുമുള്ള നമ്മളുടെ നിത്യതയ്ക്ക് അത് വലിയ നഷ്ടമായി തീരും എന്നുള്ളത് നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ ബുദ്ധിപൂർവം തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ പ്രതിസന്ധികളെ നിത്യതയുടെ വെളിച്ചത്തിൽ നോക്കിക്കാണുമ്പോൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ അത് നമ്മെ ബലപ്പെടുത്തും എന്ന് നാം കാണുകയും, എന്നാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് അത് നമ്മുടെ സ്വയാശ്രയത്തിലുള്ള ബലത്താലല്ല, കർത്താവിലുള്ള ആത്മാർത്ഥമായ ആശ്രയത്താലാണ് നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ നാം ശക്തരായി തീരുന്നത് എന്നുള്ള വസ്തുതയും
നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ദൈവവചനത്തിൽ നിന്ന് നാം കേട്ട ഈ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ഗൗരവമായിട്ട് ഹോൾഡ് ചെയ്യാം. അത് തുടർന്നുള്ള നമ്മളുടെ വിശ്വാസ ജീവിത കാലത്ത് നമുക്ക് അനുഗ്രഹമായി തീരുമല്ലോ. വചനം ഇത്രത്തോളം വിശാലമായി പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് മനസ്സ് വെച്ച പ്രിയ മാത്യു സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.